ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ മലക്കം മറിഞ്ഞേക്കുമെന്ന് സൂചന. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സുപ്രീം കോടതിയിൽ അറിയിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ദേവസ്വം ബോർഡ് പരിശ്രമിക്കും. അത് പിന്നെ സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് പരിശ്രമിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, പ്രതിഷേധങ്ങൾ ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഇതാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷവുമാണ്. സർക്കാരിനൊരു മനംമാറ്റം ഉണ്ടാവുന്നുണ്ടോ ഉമേഷ്? തീർച്ചയായും അങ്ങനെ വേണം ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങളിൽ BJP നേതാക്കളടക്കം മുന്നോട്ട് വെച്ച ആവശ്യം, ഇതിൽ ദേവസ്വം ബോർഡ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയ സത്യവാങ്മൂലം അത് തിരുത്തി നൽകണം, ആ നിലപാട് മാറ്റണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ ഇതുമായി പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, നിലവിൽ ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം, അതുകൊണ്ട് തന്നെ അക്കാര്യം നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് കോടതി അറിയിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായി കോടതിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നും നിയമവിദഗ്ധരുടെ അഭിപ്രായം കൂടി തേടി ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം, അതെന്താണ് ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് കോടതി അറിയിക്കും, അത് തന്നെയാണ് തങ്ങളുടെ നിലപാട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്ത്രീ പ്രവേശനം എന്നുള്ളത് അല്ലെങ്കിൽ യുവതി പ്രവേശനം എന്നുള്ളത് അനുവദിക്കുന്നതല്ല. സ്വാഭാവികമായി ആ രീതിയിൽ അറിയിച്ചാൽ നേരത്തെ നൽകിയ സത്യവാങ്മൂലം അത് തിരുത്തി നൽകുന്നതിന് സമാനമാകും. വിജിത്ത്, ഉമേഷ്, ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന വിമർശനം അതിശക്തമാക്കി BJP ഒക്കെ ഉയർത്തുന്നതിനിടയിലാണ്, പ്രതിപക്ഷവുമൊക്കെ ഉയർത്തുന്നതിനിടയിലാണ് സർക്കാർ ഇങ്ങനെയൊരു ആലോചന കൂടി സർക്കാരിൻ്റെ ആലോചനയിലുണ്ട്, ഇങ്ങനെയൊരു നീക്കം കൂടി സർക്കാരിൻ്റെ ആലോചനയിലുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഉമേഷ്, തീർച്ചയായും അത് തന്നെയാണ്. രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടും സർക്കാരിന്റെ നിലപാട് അത് പല ഘട്ടങ്ങളിൽ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഒപ്പം സർക്കാർ നിലപാട് മയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള ഒരു ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെയും ഒന്നിച്ചൊരു ദിവസം ശബരിമലയിൽ എത്തിക്കുക, ഒപ്പം ശബരിമലയുടെ വികസന വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വജ്ര ജൂബിലി, അതായത് ദേവസ്വം ബോർഡ് ആരംഭിച്ചിട്ട് 75 വർഷം പൂർത്തിയാകുന്ന വർഷം എന്ന നിലയിൽ കൂടി ഇത്തരം ഒരു ആഗോള അയ്യപ്പ സംഗമം മുന്നോട്ട് വെച്ചത്. എന്തായാലും അതിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയം വന്നപ്പോഴാണ് BJP നേതാക്കൾ അടക്കം ഈ ഒരു ആവശ്യം, അതായത് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അത് മാറ്റി നൽകുമോ, സ്ത്രീ പ്രവേശനം എന്നുള്ള നിലപാട് മാറ്റുമോ എന്നുള്ള ചോദ്യവും അത്തരമൊരു ആവശ്യവും മുന്നോട്ട് വെച്ചത്. എന്തായാലും അത് തള്ളുന്നില്ല ദേവസ്വം ബോർഡ് എന്നുള്ളതാണ് ഈ പ്രതികരണത്തിൽ ഏറ്റവും സുപ്രധാനം. ഇത്തരത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയ സത്യവാങ്മൂലം അത് തിരുത്തും എന്ന് പറയാതെ പറയുകയും ചെയ്യുന്നു. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു, എന്നാൽ അത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതെല്ലാം നിൽക്കുമ്പോഴും ഈ ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇന്നത്തെ യോഗം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. 3000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 500 വിദേശത്തു നിന്നുള്ള 500 പ്രതിനിധികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഗമം നടത്തുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും ഇതിൽ കൂടിയാണ് ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ആ നിലപാട് തിരുത്തുന്നു എന്നുള്ളൊരു സൂചന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ശരി, ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന്, കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്ന് ഒരുപക്ഷെ സർക്കാർ പിന്നോട്ടു പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചായിരിക്കും തീരുമാനമെടുക്കുക എന്നുകൂടി PS പ്രശാന്ത് വിശദീകരിക്കുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.